ഇടക്കിടക്ക് ദുബായിലേക്ക് പോക്ക്, അതുപോലെ തന്നെ ബാറ് ഡാൻസ് കളിക്കൽ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള വെള്ളമടിക്കുന്ന രംഗങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നാട്ടുകാർ എന്തെങ്കിലും പറയുമ്പോൾ അവരെ നിനക്കൊക്കെ അസൂയാടാം, നിനക്കൊക്കെ മറ്റേതാടാന്നൊക്കെ പറയുക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സെലിബ്രിറ്റികൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഈ കുണുന്നോ അല്ലെങ്കിൽ വേറെ ഒരു പേരും ഞാൻ പറയുന്നില്ല, നിങ്ങളെല്ലാം ഊഹിച്ചെടുത്തോ. അപ്പം അങ്ങനെയുള്ള കുറേ അമ്മച്ചിമാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് ഞങ്ങളെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോവുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എടാ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ്, അതുമാത്രമല്ല യുദ്ധം വരെ കൊടുമ്പിരി കൊള്ളുമ്പോഴെന്ന് പറഞ്ഞ് ഇവർക്കൊക്കെ ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ ഏതോനാടാ നിൽക്കുന്നത്. അതാ യൂസഫ് അലി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഫ്ലൈറ്റിന് പൈസ ജാസ്തി ആയതുകൊണ്ട് വരാറില്ല. അപ്പം അതിലും കൂടുതൽ വരുമാനം കിട്ടുന്ന ചില ആൾക്കാരുണ്ടാവുമല്ലോ, അവരായിരിക്കുമല്ലോ ഇവർക്കെല്ലാം ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇവരൊക്കെ പോയി വരുമ്പോഴെന്ന് പറഞ്ഞാൽ നല്ല കനത്തോടു കൂടി കൊണ്ടുവരുന്നുണ്ടാകും. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എന്തോ പരിപാടി വേറെയുണ്ട്, അവിടുന്ന് വേറെ എന്തോ ഒരു പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അതൊക്കെ പറയുന്നുമുണ്ട്. അപ്പം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 3-4 ആൾക്കാരെ പിടിച്ചിട്ടുണ്ടല്ലോ. ആ പിടിച്ച ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾ തന്നെ കണ്ടില്ലേ പിടിച്ച ടീമുകൾ ആരാന്ന്. അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആരാണ്? അതായത് കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മറ്റേ ഇതന്നെ ഈ സംഭവം ഇല്ലായിരുന്നേ. അതായത് കൊച്ചിയിൽ കാണിക്കുന്നില്ലേ, നമ്മൾ ഈ കൊച്ചിയിൽ കാണിക്കുന്നില്ലായിരുന്നേ, ഈ ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിൽ കാണിക്കുന്നില്ലേ, ഇതാണ് മോഡലിംഗ് എന്ന അതിൻ്റെ പേരാടുന്നത്. ആ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഈ എന്താ പ്രാന്തായി പോയാ. അതായത് ഇങ്ങനെ കുറേ ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് നടത്തിയിട്ട് ഇവർക്ക് ഈടുന്നാള വരുമാനം കിട്ടുന്നത്. ടിക്കറ്റ് വെച്ചിട്ടാണോ ആശാനെ ഇത് കളിയെന്ന് ഞാൻ കുറേ നാൾ അന്വേഷിച്ചു. നോക്കുമ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ടിക്കറ്റൊന്നുമില്ല, ഇത് ഏതെങ്കിലും മാള് കേന്ദ്രീകരിച്ചിട്ടുള്ള പരിപാടിയാണ്, ഏതോ ഒരു അത്തനാണ് ഇതിനൊക്കെ സ്പോൺസർ ചെയ്യുന്നത് എന്നൊക്കെ. ഇപ്പോൾ അല്ലേ ഇതിൻ്റെ കാര്യം മനസ്സിലാക്കിയത്. എന്നറിയാം, ഇതിനൊക്കെ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് പോലും. എന്നിട്ട് ഇവരെയൊക്കെ കൂട്ടത്തോടു കൂടി ദുബായിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ജ്യൂസിൽ എന്തെങ്കിലും കലക്കി കൊടുക്കും. ചില ആൾക്കാർ ജ്യൂസ് കുടിക്കാണ്ട് തന്നെ ഞാൻ റെഡിയാന്ന് പറയും. ചില ആൾക്കാർ ജ്യൂസ് കുടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്നിട്ട് പിന്നാന്ന് പറഞ്ഞാൽ ഒരു 10-15 ദിവസം കൊണ്ട് ഇച്ചിരി പൈസയൊക്കെ ആക്കിയിട്ട് വരും. പിന്നെ ചില ആൾക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിർബന്ധിച്ച് ചെയ്യിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതിനായിട്ട് പോകുന്നവരെ എന്തു വേണമെങ്കിലും ചെയ്തോ, ഞാനതിന് കുറ്റമൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ എളുപ്പമിളക്കരുത്. ഞാൻ അവിടെ പോയിട്ട് അന്തസ്സോട് കൂടിയിട്ടാണ് പൈസ കൊണ്ടുവരുന്നത്, അന്തസ്സോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ പോയിട്ട് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെയുള്ള തോന്നിയവാസം എളുപ്പമൊന്നും ഇളക്കരുത്. അവിടെ എന്താ പരിപാടി എന്ന് ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് പത്രം വായിക്കുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസൊക്കെ കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്, എന്താണ് പരിപാടി. അതുമാത്രമല്ല ഇതിൻ്റെ പുറകിലുള്ള സെലിബ്രിറ്റികളെ ഒരു 1-2 ആൾക്കാർ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് പറയരുത്, ഞങ്ങളൊക്കെ അവിടെ ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്തിട്ടാ പൈസ ഉണ്ടാക്കിയത്, ഈ കോടികളുടെ വീടുണ്ടാക്കി, അതുപോലെ തന്നെ ലക്ഷങ്ങളുടെ വണ്ടി ഉണ്ടാക്കി. എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ അറിയാം, ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ 30 കൊല്ലൊക്കെ അവിടെ ജീവിച്ചിട്ട് ജോലി ചെയ്തിട്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഇമാതിരി തോന്നിയവാസം എളുപ്പമായിട്ട് ആരും വരരുത്. അതായത് അവിടെ എന്താ പരിപാടി എന്ന് നമുക്കറിയാം. പിന്നെ ഈ കൊച്ചിയിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃത്തികെട്ട പരിപാടി, അതായത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും പെട്ടെന്ന് നിർത്തിക്കണം. കാരണം വെച്ചാൽ ആണൊരുത്തം വിചാരിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. മര്യാദയ്ക്കെന്ന് പറഞ്ഞാൽ ഇവറ്റകളെയൊക്കെ പിടിച്ചിട്ട് ജയിലിലിട്ടാൽ മതി. കാരണം എന്താ വെച്ചാൽ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ അപകടകാരികളാണ്. അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട്, മറ്റു പലതരത്തിലുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരെങ്കിലും തുറന്നു പറഞ്ഞാൽ വരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവരുടെയൊക്കെ വോയിസ് ക്ലിപ്പുകൾ നിങ്ങൾ കണ്ടില്ലേ? ഞാൻ വെറുതെ വിടും, ഇക്ക വെറുതെ വിടൂല, ഇക്ക ഭയങ്കരമാണ്. ആ ഇക്ക ആരാന്ന് ആദ്യം അറിയണല്ലോ. ആ ഇക്കാനെ പിടിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ജയിലിലിടണം, അതാണ് വേണ്ടത്. ഇതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മലയാളികൾ ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് തോന്നിയവാസം കളിക്കുക. പറഞ്ഞിപ്പോൾ മലയാളികൾക്ക് ഒരു ബലിയില്ലാണ്ടായിരുന്നു. ഉള്ള കാര്യം പറയാ. ഇതിനിടയ്ക്ക് എന്നോട് ഒരു സുഹൃത്ത് പറയലാണ്, എൻ്റെ പൊന്നു മക്കളെ ഇവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെയാ പരിപാടി, ഇതിനു വേണ്ടിയിട്ടാണ് കുറേ എണ്ണം വരുന്നത്. അത് ശരിയായില്ലേ? പിന്നെ ഈ ചിലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിർബന്ധിച്ച് ജയിക്കൽ. ഇപ്പോഴെന്താ പ്രശ്നം വന്നത്? ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചിത്രങ്ങൾ എടുത്തിട്ട് വീട്ടുകാർക്ക് വിടുക. ഇന്നലെ ഒരു സ്ത്രീ പറയുകയാണ്, അതായത് ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു സ്ത്രീനെ പരിചയപ്പെടുന്നത്. അവർ ചോദിച്ചു, ഒരു ഏടിയാ മോളെ പണിയെടുക്കുന്നത്, ഞാൻ ജോലിയൊന്നുമില്ല, മോഡലിങ്ങിന് ആഗ്രഹമുണ്ടെന്ന്. അതായത് ഭർത്താവും പിന്നെ മക്കളെല്ലാം ആയിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ. അവർ പറഞ്ഞു, മോഡലിന് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് പറഞ്ഞാൽ നിന്നെ ഞാൻ മോഡലാക്കാം, എന്നാൽ പിന്നെ നിന്നെയും സിനിമയിൽ എടുക്കുന്നത്. അപ്പോൾ തന്നെ വേറെ ഒരാൾ ചോദിച്ചു, എന്നെയും നിന്നെയും എടുത്തോ സിനിമയിൽ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആൾക്കാരെയും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോവാ. എന്ന് വെച്ചാൽ ഞാൻ ഓർത്തത് ഈ വർക്ക്ഷോപ്പിൽ ഈ വണ്ടീൻ്റെ പണി മാത്രമാണെന്നാണ്.
നോക്കുമ്പോഴേക്കും മോഡലിങ്ങിൻ്റെ പണിയും വർക്ക്ഷോപ്പിലുണ്ട് ഇപ്പം എനിക്ക് മനസ്സിലായത്. അവിടെ എത്തിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുഴമ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ വണ്ടി കണ്ണിടുന്നില്ലേ, അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നെട്ടും ബോൾട്ടെല്ലാം എന്ന് പറഞ്ഞാൽ ടൈറ്റാക്കി കൊടുക്കും. അതന്നെ ഇവരെ വർക്ക്ഷോപ്പ്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം നടന്ന ഡാൻസില്ലേ ആ നടത്തം ഇങ്ങനെ നടത്തിക്കോ. ഇതിനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരുത്തനും ഉണ്ടല്ലോ ഇങ്ങനെ എല്ലാ പിന്നെ ഇതിൻ്റെ അകത്തും ഉണ്ടാവുമല്ലോ, മറ്റേ നമ്മുടെ ഈ കൊച്ചിയിലൊക്കെ കാണുന്നില്ലേ, ഓന് ഈടിയാന്ന് കമ്മലെല്ലാം ഇടുക, ഈടെ 2 കമ്മലെല്ലാം ഇട്ടിട്ട് ആണിൻ്റെ വേഷാന്ന്. പിന്നെ ഓൻ ഇങ്ങനെയാണ് നിൽക്കുവായിരുന്നു. ഇങ്ങനെ ഒരു ചങ്ങായി ഉണ്ട്, ഓനാപോലി വർക്ക്ഷോപ്പിൻ്റെ ഓണർ. ഓനാപോലി വർക്ക്ഷോപ്പിൽ നിന്ന് നെട്ടും മോട്ടെല്ലാം മുറുക്കി കൊടുക്കുക. ഓനാപോലി ഇവരുടെ പിന്നെ അന്ന് രാജാവ് എന്താ ദൈവ. അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾക്ക് പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക വരെ പോകാന്നാണ് പറയുന്നത്. അതായത് വലിയ കമ്പനി ഇവർ ഏറ്റെടുക്കും പോലെ, അതായത് ഇപ്പം വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള ഏതോ ഒരു വേട്ടാവളിയൻ അവൻ്റെ കെയർ ഓഫിലാണ് ഇവരൊക്കെ പോകുന്നത് പോലും. അത് കഴിഞ്ഞിട്ട് പിന്നെ ദുബായിൽ വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇപ്പോഴിങ്ങനെ വെളിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സെലിബ്രിറ്റി ചമഞ്ഞ് നടക്കുന്ന കുറേ എണ്ണം ദുബായിലേക്ക് ഇമ്മാതിരി തോന്നിയവാസത്തിന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഇനി ഞെളിഞ്ഞിരുന്ന് അന്തസ്സോട് കൂടിയിട്ട് അച്ഛനോടും അമ്മയോടൊന്നും പറഞ്ഞ് ജീവിക്കണ്ട. അതായത് ഞാൻ വലിയ അന്തസ്സോട് കൂടിയിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, ഞാൻ വലിയ എന്നാ പറയേണ്ടത്, വല്ല ഇത് നിങ്ങൾക്കല്ല അസൂയാണ്. എൻ്റെ പൊന്നു മക്കളെ, ഇതുപോലെയുള്ള ജീവിതമൊന്നും നമുക്ക് വേണ്ട. പിന്നെ എന്ത് കണ്ടിട്ടാണ് അസൂയേക്കേണ്ടത്? അതായത് നിങ്ങളുടെ പളവളക്കുന്ന കുറേ ഈ ഡ്രസ്സ് കണ്ടിട്ടാ, അല്ലെ നിങ്ങളുടെ എന്ന് പറഞ്ഞ പൊട്ടിയടിച്ച മുഖം കണ്ടിട്ടാ, എന്ത് കണ്ടിട്ടാണ് നമ്മൾ അസൂയപ്പെടേണ്ടത്? ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. കാരണം എന്താ, ഈ അസൂയയും കുശുമ്പൊന്നും ഒരു മനുഷ്യന്മാർക്കും ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നല്ലൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ പല സെലിബ്രിറ്റികളും ഇവിടെ കൊടുങ്ങും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സെലിബ്രിറ്റികൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ റീലും കളിച്ച് നടക്കുന്നതും ഇങ്ങനെയുള്ള ടീമുകളും കൊടുങ്ങും. അപ്പോൾ ഇവരൊക്കെ അവിടെ പോയിട്ടുള്ള പരിപാടികളാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഇതൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. അങ്ങനെ ആ അമ്മച്ചി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ 2 പെണ്ണുങ്ങളെയും കൊണ്ടുപോയി പിന്നീട് വർക്ക്ഷോപ്പിൽ ചേർക്കുന്നു. അങ്ങനെ ചേർത്തിട്ട് നേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലേക്ക് കൊണ്ടുപോകുന്നു. ദുബായിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് എന്തോ ഒരു ജ്യൂസ് കൊടുത്തു പോലും. ആ ജ്യൂസ് കുടിച്ചത് മാത്രം ഇവർക്ക് ഓർമ്മയുണ്ട്, പിന്നെ ഒന്നും ഓർമ്മയില്ല. അതോട് കൂടിയിട്ട് ബോധം പോയി എന്നാണ് പറയുന്നത്. പിന്നെ ബോധം വന്നപ്പോഴെന്ന് പറഞ്ഞാൽ എന്തോ 2 ചിത്രം എടുത്ത് കാണിക്കുന്നത്. എന്നിട്ടും സമ്മതിക്കാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഈ ചിത്രം നേരെ ഭർത്താവിന് അയച്ചു കൊടുത്തു. ഇപ്പോഴും നോക്കുമ്പോഴേക്കും തന്നെ കുടുംബം തകർന്നു. ഭർത്താവും മക്കളും എന്ന് പറഞ്ഞാൽ ഇവരെ വിട്ടുപോയി. അങ്ങനെ എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഗതികേടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ സ്ത്രീകൾ തന്നെയാണ് ഇവരുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സ്ത്രീ തന്നെയാണ് ഇവരെയൊക്കെ ചതിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സ്ത്രീകളെ നമ്മൾ അമ്മയാണ്, ബ്രതിലയാണ്, അബലയാണ്, ഗിബിലയാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയവാസം ചെയ്യുന്ന ഒരുപാട് എണ്ണമുണ്ട്. പിന്നെ ഫെമിനീച്ചുകൾ ഐറ്റങ്ങളെ എനിക്ക് കണ്ടുകൂടാ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും തന്നെ കൊട പിടിക്കും ഇവർ വന്നിട്ട്. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്നലെ പിടിച്ച കുറേ ടീം ഉണ്ടാവൂലേ, അവരങ്ങനെയൊന്നുമല്ല. അവർ വളരെ ഡീസൻ്റ് ആണെന്നെല്ലാം പറഞ്ഞിട്ട് കുറേ എണ്ണം വരുവാർന്ന്, കുറേ സ്ത്രീകൾ വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്, കൃത്യമായിട്ട് എല്ലാവർക്കും കൃത്യം മാസപ്പടിയും വരുമാനവും എല്ലാം കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഭയപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇവർ പലരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. സെലിബ്രിറ്റി ആയിട്ട് പോകുന്ന കുഞ്ഞമ്മയോട് പറയുകയാണ്, എപ്പോഴാണ് ഇനിയിപ്പോൾ പിടിച്ച് അകത്തിടുന്നതെന്ന് പറയാൻ പറ്റൂല. അത്ര വരെ നിങ്ങളെയൊക്കെയല്ലേ കളികളുള്ളൂ. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. എപ്പോഴും നിങ്ങൾക്ക് ഇതന്നെയാ പണി. എൻ്റെ വീഡിയോ ഹൈപ്പ് ചെയ്യത്തില്ല, എല്ലാവരും കണ്ടിട്ട് പോകും. ബൈ ബൈ. ഉള്ളിൻ്റെ ഉള്ളിൽ